ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. മുടി നല്ല തിക്കായി സ്മൂത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. 2-3 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുടിയുടെ വ്യത്യാസം മനസ്സിലാവും. മുടി നല്ല സോഫ്റ്റ് ആവും, ബ്ലാക്ക് ആവും, നല്ലൊരു മാറ്റം ഉണ്ടാവും മുടിക്ക്. മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും. ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം മതി, അതായത് ഈ ഫ്ലാക്സ് സീഡ്സ് മാത്രം മതി. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ആണ് ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേ കപ്പില്, അതായത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട് ഫ്ലാക്സ് സീഡ്സ്. അതേ കപ്പിൽ 2.5 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് അടി കട്ടിയുള്ള പാത്രം ഏതായാലും എടുക്കണം. ഞാനിപ്പോ ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പാത്രത്തിലേക്ക് തീ ഓണാക്കിയതിനു ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്ലാക്സ് സീഡ്സ് ഇട്ട് കൊടുക്കണം. വെള്ളം ചൂടാവണം എന്നൊന്നുമില്ല, ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചണവിത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതുപോലെ മിക്സ് ചെയ്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കൈ വിട്ടാൽ അത് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊക്കെ കൈവിട്ടാൽ കുഴപ്പമില്ല. ഒരുപാട് നേരം ഇങ്ങനെ മിക്സ് ചെയ്യാണ്ടിരുന്നാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ ഈ വെള്ളത്തിന്റെ മാറ്റം. ആദ്യം ഉണ്ടായ പോലെ ആയിരിക്കില്ല, കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് കട്ടി കൂടി വരും. നല്ല തിക്ക് ജെല്ലായിട്ടാണ് നമുക്കിത് കിട്ടുക. മുടിക്ക് വളരെ നല്ലതാണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്താൽ മുടി കൊഴിച്ചിൽ നിൽക്കും. മുടി നല്ല ബ്ലാക്ക് ആയിട്ട് നല്ല ഷൈനി ആയിട്ട് കിടക്കും. ഇത് 2-3 തവണ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാം. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി. തലയോട്ടിയിൽ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നല്ലതാണ്. മുടി വളരാനൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കിതൊരു 20 മിനിറ്റ് മുതൽ 25-30 മിനിറ്റ് വരെ തലയിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം വേണം തല കുളിക്കാനായിട്ട്. തല കുളിക്കുമ്പോൾ നിങ്ങൾ സാധാരണയായിട്ട് പച്ചവെള്ളത്തിലാണോ കുളിക്കുന്നത്, ചൂടുവെള്ളത്തിലാണോ കുളിക്കുന്നത്, ഏതിലാണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ആ വെള്ളം യൂസ് ചെയ്തിട്ട് തന്നെ കുളിച്ചാൽ മതി. കുളിക്കുമ്പോൾ ഷാമ്പുവോ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവണയെങ്കിലും നിങ്ങളിത് പോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ റിസൾട്ട് കിട്ടും. ഇതിപ്പോ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ തിളയ്ക്കുന്ന നേരത്ത് നമ്മുടെ തീ കുറച്ച് ചെറുതാക്കി വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ പറ്റും, ഇത് നല്ല തിക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ചൂടാറുന്നതിന് മുൻപ് ചൂടോടെ തന്നെ ഈ അടുപ്പിൽ നിന്നും എടുക്കുമ്പോൾ തന്നെ അരിച്ചെടുക്കണം. ഇത് കുറച്ച് തണുത്താൽ പിന്നെ നമുക്ക് ഈ വിത്തും ജെല്ലും വേർതിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചൂടോടെ തന്നെ വേണം ഇത് അരിച്ചെടുക്കാനായിട്ട്. നമ്മളിത് തലയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞിരിക്കണം. തണിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ മുടി നന്നേ സ്മൂത്ത് ആവും. ഇതിപ്പോ നോക്കി, ഇതിന്റെ ജെല്ലൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ജെല്ല് തലയോട്ടിക്ക് മാത്രമല്ല തലമുടിക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ തലമുടി നല്ല സ്മൂത്ത് ആവും, നല്ല ബ്ലാക്കും ആവും. മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ 2 യൂസിൽ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും. അപ്പോൾ ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മള് തീ കുറച്ച് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നിങ്ങളിത് തയ്യാറാക്കുന്നതെങ്കിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പോ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമുക്ക് ഇത് തിളച്ചാവുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. നല്ല ജെല്ല് രൂപത്തിലാവും.
ഇപ്പൊ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതായിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോ ഓൾറെഡി പാത്രമൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അരിച്ചെടുക്കാം. ചൂട് പോയാൽ പിന്നെ നമുക്കിത് അരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അരിച്ചെടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് എത്ര ജെല്ലി ആയിട്ടാണ് ഉള്ളതെന്ന്. നല്ല തിക്കായിട്ടാണ് ഇപ്പൊ ഉള്ളത്. ഇതിപ്പോ ഞാൻ അരിച്ച ഉടനെ തന്നെ കാണിക്കുകയാണ്. ചൂടൊന്നും പോയിട്ടില്ല. ഇത് ചൂടോടെ നമുക്ക് ഇത്ര തിക്കായിട്ടാണ് ഉള്ളത്. ഇനി ഞാൻ ഇതിനെ തണിഞ്ഞതിന് ശേഷം ഒന്നും കൂടി കാണിക്കാം. ഇതിപ്പോ നന്നായി തണിഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കിയേ, ഇപ്പോ നേരത്തെ ഉണ്ടായതിനേക്കാളും ഒരുപാട് കട്ടിയായിട്ടുണ്ട്. തലയോട്ടിലേക്ക് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് 20 മിനിറ്റ് അഥവാ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുളിക്കുക. കുളിക്കുമ്പോൾ സോപ്പോ ഷാമ്പുവോ യൂസ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.